أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده. أما بعد، أعوذ بالله من الشيطان الرجيم. ولله ما في السماوات وما في الأرض ولقد وصينا الذين أوتوا الكتاب من قبلكم وإياكم أن اتقوا الله وإن تكفروا فإن لله ما في السماوات وما في الأرض وكان الله غنيا حميدا. സഹോദരന്മാരെ, സഹോദരികളെ, ശ്രോതാക്കളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ അബ്ദുള്ള അവാദുൽ ജുഹനിയാണ് ഖുതുബ ഓതിയിരുന്നത്. അദ്ദേഹം ചർച്ച ചെയ്തതായ വിഷയം അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതായ രൂപങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് സന്തോഷവാർത്ത നൽകിയതായ ആയത്തുകളും നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷവാർത്ത നൽകിയതായ ഹദീസുകളും വിവരിച്ചുകൊണ്ട് സന്തോഷവാർത്ത നൽകുക എന്ന വിഷയത്തെ പ്രതിപാദിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഥവാ നാം നമ്മുടെ മതത്തെ പ്രചരിപ്പിക്കുന്ന സന്ദർഭത്തിൽ ഇതിന്റെ തുടക്കം കുറിച്ചതായ കാലഘട്ടത്തിൽ കൂടി തന്നെ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ളതായ മുബശ്ശിറാണ്, സന്തോഷവാർത്ത നൽകുന്ന വ്യക്തിയാണ് എന്ന ആ വഹിയിലൂടെയാണ് ഈ പ്രബോധനം ആരംഭിച്ചത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒമാ നുർസിലുൽ മുർസലീന ഇല്ലാ മുബശ്ശിരീന വമുൻദിരീന എന്ന് ഖുർആനിൽ മൊത്തത്തിൽ നബിമാരെ കുറിച്ച് പറഞ്ഞത് നമുക്കറിയാം. മുർസലുകളെ നാം അയച്ചിട്ടില്ല ജനങ്ങൾക്ക് സന്തോഷവാർത്ത നൽകുന്നവരായിട്ടല്ലാതെ. ജനങ്ങൾക്ക് സ്വർഗം കൊണ്ടുള്ളതായ സന്തോഷവാർത്തയും നരകം കൊണ്ടുള്ളതായ വാണിയും, ഇതാണ് നബിമാരുടെ ബാധ്യതയും നബിമാരെ ചെയ്തതായ പ്രവർത്തനങ്ങളും. ആ വിഷയത്തെക്കുറിച്ചായിരുന്നു ഇന്ന് മക്ക ഇമാമ് വിശദീകരിച്ചത്. തുടക്കത്തിൽ അദ്ദേഹം ഖുതുബയുടെ തുടക്കത്തിൽ സാധാരണ ഖുതുബകൾ പറയാറുള്ളത് പോലെ അള്ളാഹു സുബ്ഹാനഹു തആലാന്റെ കൽപ്പന അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടും നാം ജീവിക്കണം എന്നതായ ആ കൽപ്പനയെ വിശദീകരിച്ചുകൊണ്ടാണ് ഇമാമ് ഇന്ന് ഖുതുബ ആരംഭിച്ചത്. അള്ളാഹുവിന്റെ വാക്ക് ആണ് ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ചത്. മക്ക ഇമാം ഓതിയതായ ആയത്താണ്. വലഖദ് വസ്സൈന അല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പ് ഗ്രന്ഥം നൽകപ്പെട്ടവരായ ആ വിഭാഗത്തോടെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, നാം ചെയ്തതായ വസിയത്താണ്. വയ്യാക്കും, നിങ്ങളോടും ചെയ്യുന്ന വസിയത്താണ്. അനിത്തഖുല്ലാ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന കൽപ്പന. അഥവാ ഇൻ തക്ഫുറൂ ഫഇന്ന ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വകാന അല്ലാഹു ഗനിയ്യൻ ഹമീദ. അള്ളാഹുവിന്റെ വാക്ക് പാലിക്കാതെ, നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കാതെ അള്ളാഹുവിന് നന്ദി കേട് കാട്ടി ജീവിക്കുന്നവരാവുകയാണെങ്കിൽ അള്ളാഹു ഐശ്വര്യവാനാണ്, അള്ളാഹു സ്തുത്യർഹനാണ്. നിങ്ങളുടെ നന്ദി അള്ളാഹുവിന് ആവശ്യമില്ല എന്ന രൂപത്തിൽ സംസാരിച്ചുകൊണ്ട് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു തഖ്വയിലേക്ക് നമ്മെ ക്ഷണിച്ചതായ ആയത്തിനെയായിരുന്നു ആദ്യമായി മക്ക ഇമാം ഓതിയിരുന്നത്. മക്ക ഇമാം തുടരുകയുണ്ടായി. നമ്മുടെയും നരകത്തിന്റെയും ഇടയിലുള്ളതായ ഒരു സിത്ർ ഉണ്ടാക്കലാണ്, അഥവാ ഒരു തടസ്സമുണ്ടാക്കലാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള തടസ്സം നാം ഉണ്ടാക്കുക എന്നത് അത് അമലു സാലിഹാത്തിൽ കൂടിയാണ് സംഭവിക്കുക. അള്ളാഹുവിന്റെ കൽപ്പനകൾ അത് ശരിക്ക് ഗ്രഹിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തലിലൂടെയും അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ വിട്ടുനിൽക്കലിലൂടെയും ആണ് ഒരാൾക്ക് തഖ്വ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക. ഈ തഖ്വ നമ്മുടെ ചിഹ്നമായി മാറേണ്ടതാണ്. എല്ലായിടങ്ങളിലും രഹസ്യമായിട്ടാവട്ടെ പരസ്യമായിട്ടാവട്ടെ പകലാവട്ടെ രാത്രിയാവട്ടെ, ആള് കാണട്ടെ കാണാതിരിക്കട്ടെ, ഏത് രൂപത്തിലും നാം മുത്തഖീങ്ങളായിരിക്കേണ്ടതാണ് എന്നത് നമുക്കറിയാവുന്ന യാഥാർത്ഥ്യമാണ്. അതിലേക്കാണ് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു നമ്മെ ക്ഷണിച്ചത്. അതെ, നാം തഖ്വ ചെയ്യുന്നവരായി മാറുമ്പോൾ നാം ദഅവത്ത് മേഖലയിൽ പ്രത്യേകിച്ച് നബിമാരുടെ സ്വഭാവം, നബിമാർ ഉപയോഗിച്ചതായ ബിശാറത്ത് നമ്മുടെയും സ്വഭാവമായി മാറേണ്ടതാണ്, നമ്മുടെയും ചിഹ്നമായി മാറേണ്ടതാണ്. ബഷിറ വലാ തുനഫിറ എന്നതായ മഹാത്മാക്കളായ സഹാബാക്കളോട് കേൾക്കാൻ പോകുന്നത് പോലെ റസൂൽ കൽപ്പിച്ച കൽപ്പന ഇവിടെ ശ്രദ്ധേയമാണ്. അപ്പോൾ നബിമാരുടെ ബാധ്യത നിർവഹിക്കുന്ന സന്ദർഭത്തിൽ അവർ ജനങ്ങളെ വെറുപ്പിക്കാതെയും അർപ്പിക്കാതെയും അവരോട് ജനങ്ങൾ സന്തോഷവാർത്ത നൽകിയും കൊണ്ട് തുടങ്ങി വെച്ചതായ ഈ ദഅവത്ത് എല്ലാ നബിമാരും അതേ രൂപത്തിൽ തന്നെയായിരുന്നു തുടങ്ങി വെച്ചിരുന്നത്. നമ്മുടെ നേതാവായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലാവട്ടെ മദീനയിലാവട്ടെ സഹാബാക്കൾ
സഹാബാക്കൾക്ക് ശിക്ഷണ നൽകിയതായ രൂപവും അങ്ങനെ തന്നെയായിരുന്നു. മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹുവിനെയും മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെയും യമനിലേക്ക് അയച്ചതായ സന്ദർഭത്തിൽ അവരോട് കൽപ്പിച്ചതായ കൽപ്പനയിൽപ്പെട്ടതായിരുന്നു ബശ്ശിറ വലാ തുനഫിറ യസ്സിറ വലാ തുഅസ്സിറ. നിങ്ങൾ എളുപ്പരൂപം കൈക്കൊള്ളുക, വിനയത്തോടു കൂടി പെരുമാറുക, ക്രൂരത നിങ്ങളിൽ നിന്നിട്ടുണ്ടാവരുത്, നിങ്ങൾ പ്രയാസം ജനങ്ങൾക്ക് ഉണ്ടാക്കരുത്. തബ്ശീർ നിങ്ങളുടെ ചിഹ്നമായി മാറേണ്ടതാണ്. നിങ്ങൾ അതിലൂടെയാണ് ദഅവത്ത് നടത്തേണ്ടത്. ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അവരെ വെറുപ്പിക്കുന്ന അറപ്പിക്കുന്ന രൂപത്തിലായാൽ നിങ്ങൾക്ക് ജനങ്ങൾ ലഭിക്കുന്നതല്ല, ജനങ്ങൾ നിങ്ങളുടെ വാക്ക് പാലിക്കുന്നതല്ല, ജനങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നതല്ല. അതുകൊണ്ട് ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടി തബ്ശീർ നിങ്ങളുടെ ചിഹ്നമായി മാറേണ്ടതാണ്. വലാ തുനഫിറ, നിങ്ങൾ അവരെ വെറുപ്പിക്കരുത്. അതുപോലെ തന്നെ തതാവഅ വലാ തഖ്തലിഫ, നിങ്ങൾ അങ്ങും ഇങ്ങും അനുസരിക്കുന്നവരായി മാറണം. നിങ്ങൾ ഭിന്നിക്കരുത്. ദഅവത്ത് മേഖലയിൽ ഭിന്നിപ്പ് പാടുള്ളതല്ല എന്നത് നാം പല പ്രാവശ്യം പറഞ്ഞതാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഊന്നിപ്പറയുകയാണ്, ദഅവത്ത് മേഖലയിൽ നമ്മുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാവാൻ പാടുള്ളതല്ല. നമ്മുടെ ദഅവത്ത് വിജയിക്കാനുള്ളതായ ഏക മാനദണ്ഡമാണെന്ന് വേണമെങ്കിൽ പറയാം ഭിന്നിക്കാതിരിക്കുക. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം സൂചിപ്പിച്ചതാണ്. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖു എന്ന ആയത്ത് വിശദീകരിച്ചപ്പോൾ നിങ്ങൾ ഭിന്നിക്കരുത്, അള്ളാഹുവിന്റെ പിടികയറിനെ എല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് മുറുകെ പിടിക്കുക. നിങ്ങൾ ഭിന്നിച്ചാൽ നിങ്ങളുടെ ശക്തി നഷ്ടപ്പെടുമെന്ന് അള്ളാഹു പറഞ്ഞതായ ഭാഗം ഇവിടെ സ്മരണീയമാണ്. അതുകൊണ്ട് മഹാത്മാക്കളായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹുവിനോടും മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തിന് വേണ്ടി അയച്ച സന്ദർഭത്തിൽ ഉപദേശിച്ച ഉപദേശത്തിൽപ്പെട്ടതാണ് നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല. അപ്പോൾ ഭിന്നിപ്പ് അത് നിങ്ങളുടെ ദഅവത്തിന് കോട്ടം തട്ടും എന്നതിലേക്ക് തെളിവാണ്. അതുകൊണ്ട് നിങ്ങൾ തലത്തുഫോട് കൂടി വിനയത്തോടു കൂടി ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക. അവരെ വെറുപ്പിക്കുന്ന രൂപത്തിൽ ആവാൻ പാടുള്ളതല്ല എന്ന് മാത്രമല്ല, മക്ക ഇമാമ് തുടരുന്നു, അവർക്ക് പഠിപ്പിക്കുന്ന സന്ദർഭത്തിൽ തദ്രീജോടുകൂടി, അതും തലത്തുഫിന്റെ ഒരു ഇനമാണ്. അഥവാ വിനയത്തോടു കൂടി ആകുമ്പോൾ തന്നെ അവർക്ക് ആദ്യഘട്ടത്തിൽ അവർക്ക് ചെയ്യാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ഭാഗങ്ങൾ പഠിപ്പിക്കുക. പിന്നെ അതിനേക്കാളും കുറച്ച് കട്ടി കൂട്ടുക, പിന്നെ അതിനേക്കാളും കുറച്ച് കട്ടി കൂട്ടുക. അങ്ങനെ തദറുജായിട്ട് പടിപടിയായിട്ടാണ് നിങ്ങൾ ദഅവത്ത് മേഖലയിൽ പ്രവർത്തിക്കേണ്ടത് എന്നർത്ഥം. അപ്പോൾ ഇതെല്ലാം ദഅവത്ത് മേഖലയിൽ വിജയിക്കാനുള്ളതായ മാനദണ്ഡവും മാർഗവും മൻഹജുമാണ് എന്നതാണ് പറഞ്ഞു വന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ ദഅവത്തിൽ നിന്നിട്ട് നമ്മുടെ സഹാബാക്കൾ പഠിച്ചതും അവരുടെ ജീവിതത്തിൽ പകർത്തിയതും അതിലൂടെ അവർക്ക് ഏതാനും വർഷങ്ങളിലൂടെ, ഏതാനും 30 വർഷങ്ങളിലൂടെ മാത്രം സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യങ്ങളിലേക്ക് ഈ മതത്തെ, ഈ പ്രകാശത്തെ, ഈ സന്തോഷ വാർത്തയെ അവർക്ക് എത്തിക്കാൻ സാധിച്ചു എന്നത് ലോകം കണ്ടതായ യാഥാർത്ഥ്യമാണ്. അത് ആർക്കും എതിർക്കാൻ സാധിക്കുന്നതല്ല. അങ്ങനെയുള്ള വിജയം ദഅവത്തിൽ നേടിയെടുക്കാൻ അവർക്ക് സാധിച്ചത് മൻഹജുൻ നുബുവ അവർ ഉൾക്കൊണ്ടത് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മൻഹജ് അങ്ങനെയായിരുന്നു. ജനങ്ങളെ വെറുപ്പിക്കാതെ അറപ്പിക്കാതെ രൂപത്തിലായിരുന്നു. തൊട്ട ക്ലാസ്സിലോ മറ്റോ നാം ഉണർത്തിയതായ ആ ഹദീസിനെ ഇന്നത്തെ ദിവസത്തിലും മക്ക ഇമാം പറഞ്ഞതായിട്ട് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ റസൂലുള്ളാഹിയുടെ ചെരുപ്പ് കൊടുത്തുകൊണ്ട് നിങ്ങൾ ഈ കാണുന്ന ചുമരിന്റെ മതിലിന്റെ ബേക്കിൽ കാണുന്നവരോട് സന്തോഷവാർത്ത നൽകുക എന്ന പദപ്രയോഗം നടത്തിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചത്. എന്താണ് സന്തോഷവാർത്ത? ആരെ കാണുന്നുവോ അവരോട് നിങ്ങൾ പറയണം, ആരെങ്കിലും അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല, അല്ലാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത്, അല്ലാഹുവിനെ മാത്രമാണ് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത്, അല്ലാഹുവിന് മാത്രമാണ് ആരാധനയുടെ എല്ലാ ഇനങ്ങളും സമർപ്പിക്കേണ്ടത് എന്ന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ തൗഹീദിന്റെ വചനങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ബശ്ശിറുഹു ബിൽ ജന്ന, സ്വർഗ്ഗ സന്തോഷവാർത്ത അദ്ദേഹത്തിന് നൽകുക. അപ്പോൾ ഒരാള് അല്ലാഹുവിനെ മാത്രം ആരാധിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ, അതിനോട് തുടർന്ന് വരുന്നതായ മുഹമ്മദ് റസൂലുള്ളാഹ്, അതൊരാള് വിശ്വസിച്ചു കഴിഞ്ഞാൽ അതിലൂടെ സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന സന്തോഷവാർത്ത നൽകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെളിവിനായിട്ട് നബിയുടെ ചെരുപ്പുമായി അയച്ചതായ വാർത്ത ഈ ഹദീസിൽ നിന്നിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉമറുൽ ഖത്താബുമായുള്ളതായ ഏറ്റുമുട്ടലും, എന്നിട്ട് അതിന്റെ വിശദാംശമായിട്ട് വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ആ ഷഹാദത്ത് നമ്മളോട് ആവശ്യപ്പെടുന്നതായ ആ ക്രിയ പ്രവർത്തനങ്ങൾ അമലു സ്വാലിഹാത്ത് അതിനോടൊപ്പം വേണമെന്നതായ വിശദീകരണം ഇതിന്റെ ഈ ഹദീസിന്റെ ബേക്കിൽ നൽകപ്പെട്ടതായിട്ട് കാണാം. അതൊക്കെ ഇപ്പോൾ അവിടെ മക്ക ഇമാം വിശദീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാനും ഇപ്പോൾ അത് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരവസരത്തിൽ പറയുകയുണ്ടായി, ബശ്ശിറിൽ മശ്ശാഇന ഫി ദുലമി ഇലൽ മസാജിദി ബിന്നൂരി താമി യൗമൽ ഖിയാമ, രാത്രി ഇരുള് വേളയിൽ അല്ലാഹുവിന്റെ പള്ളികളിലേക്ക് നടന്നു പോകുന്നവർക്ക് പരിപൂർണമായ അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ളതായ ആ പ്രകാശം, പ്രലോകത്തിലുള്ളതായ പ്രകാശം ബിന്നൂരി
വ്യക്തിത്വം, പരിപൂർണ പ്രകാശം, ഇരുളില്ലാത്ത പ്രകാശം, ഏത് സമയത്തും നിലനിൽക്കുന്നതായ പ്രകാശം, ആ പ്രകാശം ലഭിക്കുന്നതാണ് തീർച്ചയായിട്ടും ആർക്ക്? അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ പള്ളികളിലേക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ വീടുകളിലേക്ക് ഇരുളുള്ള സമയത്തിൽ നമസ്കരിക്കാൻ വേണ്ടി നടന്നു പോകുന്നതായ വിഭാഗത്തിന് എന്ന് സന്തോഷവാർത്ത നൽകാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച വിഭാഗവും മക്ക ഇമാം ഉണർത്തുകയുണ്ടായി. അതെ, നാം നമ്മുടെ ദഅവത്ത് മേഖലയിൽ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. എന്റെ ശബ്ദം കേൾക്കുന്നവരിൽ ദായികൾ ധാരാളം ഉണ്ടായിരിക്കാം, മതവിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കാം. അവരെല്ലാം ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. നാം ദഅവത്ത് നൽകുന്ന സന്ദർഭത്തിൽ ജനങ്ങളെ അറപ്പിക്കുകയോ വെറുപ്പിക്കുകയോ ചെയ്യരുത്. അഥവാ സത്യം മറച്ചു വെക്കണം എന്ന അർത്ഥത്തിലേക്കല്ല. അവരോട് സംസാരിക്കുമ്പോൾ അവരോട് സംസാരിക്കുന്ന ശൈലിയിൽ അവരെ ഇരുത്തുവാനും അവരോട് സംസാരിക്കുവാനും അവരെ ആദരിക്കുവാനും അവരെ കുത്തിപ്പറയാതിരിക്കുവാനും അവരെ ആക്ഷേപിക്കാതിരിക്കുവാനും അവരെ ആകർഷിപ്പിക്കുവാനും ഉള്ളതായ എന്തെല്ലാം ശൈലിയുണ്ട് അതെല്ലാം നാം ഉപയോഗിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി ഇസ്ലാമിനോടും അവരുടെ സഹോദരനോടും പോകാൻ വേണ്ടി ഫറോവയുടെ ഭാഗത്തിലേക്ക് പോകാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കൽപ്പനയിൽപ്പെട്ടതാണ് വഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. നിങ്ങൾ അവിടെ പോയാൽ വിനയത്തോടുകൂടി സംസാരിക്കണം, നല്ല രൂപത്തിൽ സമീപിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം, ഫറോവ എന്ന് പറഞ്ഞാൽ ഫറോവന്മാരുണ്ടാക്കിയതായ പിരമിഡം ഇന്നുവരെ ലോകത്തിൽ ലോകാത്ഭുതമായി ശേഷിക്കുകയാണ്. അത്രയും അഹങ്കാരികളായും കൊണ്ട്, ഗംഗേമന്മാരായും കൊണ്ട്, പ്രശസ്തരായും കൊണ്ട് ലോകത്ത് മഹാപരിഷ്കാരത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉടമകളായിരുന്നു 4000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഈജിപ്ത് പരിസരത്തിൽ ജീവിച്ചവരായ ഫറോവമാർ. ആ ഫറോവമാരിൽ ഒരു ഫറോവയാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഫറോവ. ആ ഫിർഔന് കാട്ടിയതായ ആ ധിക്കാര മനസ്ഥിതിയുടെ ആ അഹങ്കാരത്തിന്റെ രൂപങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ വിശദീകരിക്കാൻ സമയമില്ല. ഷോർട്ടായിട്ട് പറയുകയാണ്. അവൻ പറഞ്ഞ വാക്കിൽപ്പെട്ടതാണ് അന റബ്ബുക്കുമുൽ അഅല. നിങ്ങൾക്ക് അഥവാ ദൈവമുണ്ടെങ്കിൽ നിങ്ങളുടെ ദൈവത്തിന്റെയും ദൈവം, നിങ്ങളുടെ ദൈവത്തെയും സൃഷ്ടിച്ച ആൾ ഞാനാണ് എന്നതായ പദപ്രയോഗം ഉപയോഗിക്കാൻ ചെങ്കൂറ്റമുണ്ടായതായ ഒരു മഹാപരാക്രമിയായിരുന്നുവല്ലോ. അങ്ങനെയുള്ള പരാക്രമിയുടെ കൊട്ടാരത്തിലേക്ക് മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാം, ഹാറൂൻ നബി അലൈഹി ഇസ്ലാം ചെന്നതായ സന്ദർഭത്തിൽ അവരവിടെ വിനയത്തോടുകൂടി സംസാരിച്ചു എന്ന് കേൾക്കുമ്പോൾ അതിന്റെ അർത്ഥം അവർ സത്യം മറച്ചു വച്ചു എന്നതല്ല. അവർ സത്യം പ്രകടമായി പറയുക തന്നെ ചെയ്തു. അതിൽ പിൻവലിക്കുകയോ അത് താമസിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷെ അവിടെ സംഭവിച്ചത് കയറിയതായ സന്ദർഭത്തിൽ എന്തായിരുന്നു? അത് അവരോട് കടക്കട്ടെ രാജാവേ, ഇരിക്കട്ടെ രാജാവേ, സംസാരിക്കട്ടെ രാജാവേ എന്നീ രൂപത്തിലുള്ളതായ ഓരോ വിഭാഗത്തോടും സംസാരിക്കുമ്പോൾ, ദഅവത്ത് നടത്തുമ്പോൾ ഏത് രൂപത്തിലാണ് സമീപിക്കേണ്ടത്, ആ സമീപനം നന്നായി സമീപിച്ചു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട്? അവിടെ കടന്നതിന് ശേഷം കൊട്ടാരത്തിൽ നിന്നിട്ട് അവർ രണ്ടുപേരും പറഞ്ഞതായ വാക്ക് എന്തായിരുന്നു? ആ ഫറോവയുടെ അഹങ്കാര വാക്കുകളുടെ നേരെ വിപരീതമായിരുന്നു. ഇന്നാ റസൂല റബ്ബിക്, നിന്റെ നാഥനായ റബ്ബിന്റെ മുർസലുകളാണ് ഞങ്ങൾ എന്നതായ ഹഖ് അവിടെ പറയാതിരുന്നില്ല. അപ്പോൾ അവന്റെ മുമ്പിൽ കൈപ്പുള്ള വാക്കാണത്. കാരണം അവൻ തന്നെയാണ് റബ്ബെന്ന് വാദിക്കുന്നവൻ. എന്നിരിക്കുമ്പോൾ ആ നിന്നെ സൃഷ്ടിച്ചവൻ എന്നതായ ആ വാക്ക് അവന്റെ മുമ്പിൽ വെച്ചിട്ട് അവന്റെ മുഖത്ത് നോക്കി അവർ പറയാതിരുന്നിട്ടില്ല. അപ്പോൾ അതോടൊപ്പം നാം അവിടെ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന, അഥവാ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ, ലയ്യിനോട് കൂടി സംസാരിക്കണം എന്നതായ വാക്ക് നാം മനസ്സിലാക്കേണ്ടത് അത് സത്യം മറച്ചു വെച്ചു എന്നതോ അല്ലെങ്കിൽ സത്യം പറയുന്നതിൽ പിന്തിപ്പിച്ചു എന്നതോ അല്ല, മറിച്ച് ആ സത്യം പറയാനുള്ളതായ വേദി ഒരുക്കിയതായ രൂപത്തിൽ അത് വിനയത്തോടു കൂടി പറയാൻ വേണ്ടി അവരതിനെ മനക്കെട്ടു എന്നത് നമുക്ക് മനസ്സിലാക്കാം. എന്താണ് അതിന് കാരണം പറഞ്ഞത്? ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ, അവൻ ചിന്തിക്കാനും ഭയപ്പെടാനും ഓർക്കാനും അത് അവനെ പ്രേരിപ്പിക്കും എന്നർത്ഥം. അപ്പോൾ ദായികൾ ഈ രൂപത്തിലാണ് അവരുടെ ദഅവത്ത് ഉപയോഗിക്കുന്നതെങ്കിൽ ആ മുമ്പിൽ നിൽക്കുന്നവരെ നന്നാക്കിയെടുക്കുവാനും, നാം പലപ്പോഴും നാം തൗഹീദ് ഉൾക്കൊണ്ടതുകൊണ്ട്, നാം സത്യം മനസ്സിലാക്കിയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അവർ നന്നായി കിട്ടണമെന്ന നിർബന്ധമുണ്ടായിരിക്കും. അങ്ങനെയല്ല വേണ്ടത്. നാമും നന്നാവാൻ കുറെ ടൈം എടുത്തിരുന്നു, നാമും നന്നാവാൻ കുറെ സമയമെടുത്തിരുന്നു. നാം പെട്ടെന്ന് ഒരു പ്രഭാതത്തിൽ നന്നായതല്ല. നാം കുറെ വാദങ്ങളും കുറെ പ്രസംഗങ്ങളും കുറെ ആയത്തുകളും കുറെ ഹദീസുകളും കുറെ പുസ്തകങ്ങളും വായിച്ചിട്ടും പഠിച്ചിട്ടുമാണ് നന്നായത്. എന്നിരിക്കുമ്പോൾ ഒറ്റരടിക്ക് ഒരു വാക്കുകൊണ്ട് എങ്ങനെയാണ് ജനങ്ങളെ നന്നാക്കാൻ സാധിക്കുക? അതൊരിക്കലും സംഭവിക്കുന്നതല്ല. അതുകൊണ്ട് നാം പ്രബോധനം ചെയ്യുന്ന സന്ദർഭത്തിൽ ഈ തത്വം, ഈ സമീപന രീതി അത് ശരിക്കും ഉൾക്കൊള്ളൽ ദായികളുടെ ബാധ്യതയാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നതായ ഭാഗമാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നമ്മുടെ വിഷയം, മക്ക ഇമാം ചർച്ച ചെയ്യുന്ന വിഷയം ബിശാറത്താണ്, സന്തോഷവാർത്ത നൽകുക എന്നതാണ്. ഒരവസരത്തിൽ ഒരു സഹോദരി, സഹാബി സ്ത്രീയായ ഉമ്മുൽ അലാ എന്ന ഒരു സഹോദരിയുടെ മുമ്പിൽ വിട്ടുകടന്നു. ആ സഹോദരി രോഗിണിയായിരുന്നു. ആ രോഗിണിയുടെ മുമ്പിൽ വിട്ടുകടന്നു
കടന്നതായ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹോദരിയോട് പറഞ്ഞു, അബിശ്രീ, സന്തോഷിക്കുക, സന്തോഷവാർത്ത നിങ്ങൾക്ക് എന്താണത്? നിങ്ങൾ അറിയേണ്ടതുണ്ട്, ആർക്കെങ്കിലും രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ഒരു സത്യവിശ്വാസിക്ക് അവന്റെ രോഗത്തിലൂടെ അവന്റെ എല്ലാ ദോഷങ്ങളും കഴുകി കമാ തുദ്ഹിബുൻ നാറു ഖബസ ദഹബ്, സ്വർണത്തെ എങ്ങനെയാണ് തട്ടാൻ തീയിലിട്ടുകൊണ്ട് അതിനെ ഉരുക്കിയിട്ട് അതിലുള്ളതായ കറകളെ മാറ്റുന്നത്, അതുപോലെ ഒരു മനുഷ്യന് രോഗം ബാധിക്കുന്ന സന്ദർഭത്തിൽ ക്ഷമ കൈകൊള്ളുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവന്റെ ദോഷങ്ങൾ അവിടെ നിന്നിട്ട് കഴുകി ശുദ്ധീകരിച്ച് ആ സ്വർണം ശുദ്ധീകരിച്ചതുപോലെ ശുദ്ധീകരിക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹോദരിയോട് സന്തോഷവാർത്ത നൽകുകയുണ്ടായി. മഹാനായ സെയ്ദ് ഒരു അവസരത്തിൽ പറയുകയുണ്ടായി, അനസ് റളിയല്ലാഹു തആല അൻഹുവിനോട് അത് ഹറ സംഭവം നടന്നതായ സന്ദർഭത്തിലാണ്. ധാരാളം സഹാബാക്കളെ മദീനയിൽ നിന്നിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ ശബ്ദം മദീനയിൽ ഇരുന്ന് കേൾക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. മദീനയിലുള്ളതായ ബഖീഉൽ ഗർഖദി എന്ന ഖബർസ്ഥാനത്തിലേക്ക് നാം ചെല്ലുമ്പോൾ ശുഹദാഉൽ ഹറ എന്ന പേരിൽ പ്രത്യേക ശുഹദാക്കളുടെ ഖബർസ്ഥാനമുള്ള ഭാഗത്തെ കുറിച്ച് പറയപ്പെടുന്നു. അത് ആ സ്ഥലത്തായിരിക്കാം, ഏകദേശമാണ് അതൊക്കെ പറയപ്പെടുന്നത്. അങ്ങനെയുള്ളതായ ആ ശുഹദാഉൽ ഹറ, അത് ഹറ എന്നതായ ആ ഹറത്തുൽ ശർഖിയ ഭാഗത്തിൽ വെച്ചിട്ട് മഹാപോരാട്ടം മദീനയിൽ വെച്ചിട്ട് പണ്ട് നടന്നിരുന്നു. ആ നടന്നതായ പോരാട്ടത്തിൽ മുസ്ലിങ്ങളിൽ നിന്നിട്ട് അൻസാറുകളിൽ നിന്നിട്ട് പല അൻസാറുകളുടെ മക്കളെയും കൊല്ലപ്പെട്ടിരുന്നു. അക്കൂട്ടത്തിൽ മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കളെയും പേരമക്കളെയും കൊല്ലപ്പെട്ടതായ സന്ദർഭത്തിൽ മഹാനായ സെയ്ദ് അദ്ദേഹത്തിന് തഅസിയത്ത് നൽകി, അദ്ദേഹത്തിനെ സമാധാനിപ്പിച്ച ശൈലിയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല, നിങ്ങൾ വെപ്രാളപ്പെടേണ്ടതില്ല, നിങ്ങൾ സന്തോഷിക്കുക. എന്തുകൊണ്ട്? ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നിട്ട് കേട്ടതായിരുന്നു, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ അൻസാർ, അൻസാറുകൾക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ, അബ്നാ അൽ അൻസാർ, അൻസാറുകളുടെ മക്കൾക്കും നീ പുറത്തു കൊടുക്കണേ റബ്ബേ, ഒലി അബ്നാഇൽ അൻസാർ, അൻസാറുകളുടെ മക്കൾക്കും നീ പുറത്തു കൊടുക്കണേ റബ്ബേ എന്ന് മഹാനായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് മക്കയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ തായിഫിൽ വെച്ചിട്ടുള്ള സംഭവമായിരിക്കാം. ആ സന്ദർഭത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഞാൻ കേട്ടിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിച്ചതായ സന്ദർഭം ഇവിടെ സ്മരിപ്പിക്കുകയുണ്ടായി മക്ക ഇമാം. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഫുർഖാൻ അദീമിലൂടെ ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു തുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക എന്ന ആ ആയത്തിലൂടെ പഠിപ്പിക്കപ്പെട്ടതായ ആ മഹാ സന്തോഷ വാർത്ത അത് നമുക്കെല്ലാവർക്കും ഓർക്കാനും നമുക്കെല്ലാവർക്കും ബിശാറത്ത് എന്നതിന്റെ പ്രത്യേകത മനസ്സിലാക്കാനും സാധിക്കുന്നതായ ഒരു ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അല്ലാഹു എന്റെ നാഥനാണെന്ന് സമ്മതിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ദൃഢമായ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുകയും അതിനെ ആസ്പദമാക്കിയിട്ട് അമലുസ്സാലിഹാത്തുകൾ ചെയ്യുകയും ചെയ്തതായ ആ വിഭാഗം മരിക്കുന്ന സന്ദർഭത്തിൽ എന്താണ് സംഭവിക്കുക? ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു തുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക, ഇസ്തിഖാമത്തോട് കൂടി ജീവിക്കുന്ന വിഭാഗം, അല്ലാഹുവിലുള്ള കെട്ടുറപ്പുള്ള വിശ്വാസത്തിന് ശേഷം എന്താണ് സംഭവിക്കുക? അവർ മരണപ്പെടുന്ന സന്ദർഭത്തിൽ മലക്കുകൾ അവരിലേക്ക് ഇറങ്ങുന്നതാണ്, സന്തോഷ വാർത്തയുമായിട്ട് ഇറങ്ങുന്നതാണ്. അല്ലാ തഖാഫു വലാ തഹസനു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. വബിശ്റു ബിൽ ജന്നത്തിൽ ലത്തി കുൻതും തുഅദൂൻ, നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട, നിങ്ങൾ നമസ്കരിച്ചപ്പോൾ നിങ്ങൾ ചിന്തിച്ചത് എന്താണ്? ഇവിടെ വാഗ്ദാനമുണ്ടല്ലോ, നമസ്കരിച്ചാൽ സ്വർഗത്തിൽ പോകാമെന്ന്. നിങ്ങൾ അമൽ സാലിഹാത്തുകൾ ചെയ്തപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു? ആ സന്തോഷ വാർത്തയാകുന്ന സ്വർഗ്ഗലോകത്തിലേക്ക് എത്തണമെന്നല്ലേ? അതുപോലെ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, അള്ളാഹുവിനെ മാത്രം ആരാധിച്ചപ്പോൾ, അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുന്നവരോട് എതിർത്തുകൊണ്ട് മല്ലിട്ടുകൊണ്ട് മത്സരിച്ചുകൊണ്ട് സത്യം സ്ഥാപിക്കാൻ വേണ്ടി പാടുപെട്ടപ്പോൾ അതിന്റെ പിന്നിലെല്ലാം നിങ്ങൾ ഉദ്ദേശിച്ചത് അടികൊണ്ടത്, ഇടികൊണ്ടത്, ഏറുകൊണ്ടത്, ശകാരം കൊണ്ടത്, ദഅവത്തിന്റെ പേരിൽ, തൗഹീദിന്റെ പേരിൽ, അതിന്റെ പിന്നിലെല്ലാം നിങ്ങൾ ഉദ്ദേശിച്ചത് എന്തായിരുന്നു? സ്വർഗത്തിൽ കടക്കണമെന്നല്ലേ? ആ മലക്കുകൾ പറയുന്നു ആ മരിക്കുന്നവരോട്, അബ്ശിറൂ ബിൽ ജന്നത്തിൽ ലത്തി കുൻതും തുഅദൂൻ, നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ടതായ സ്വർഗ സന്തോഷ വാർത്തയുമായിട്ടാണ് നിങ്ങളിലേക്ക് ഞങ്ങൾ വന്നിട്ടുള്ളത് എന്ന് അവിടുന്ന് പറയപ്പെടുന്നതാണ്. അങ്ങനെയുള്ളതായ സംഭവ വികാസങ്ങളിലേക്ക് മക്ക ഇമാം ഇന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അതെ, നാമും നമ്മുടെ പ്രബോധന ശൈലിയിൽ നാം ദഅവത്ത് നടത്തുന്ന വേളയിൽ ഞാൻ പറഞ്ഞതുപോലെ സന്തോഷ വാർത്ത ജനങ്ങൾക്ക് നൽകിയും കൊണ്ട് തന്നെയായിരിക്കണം നമ്മുടെ ദഅവത്ത് തുടരേണ്ടത്. നാം നമ്മുടെ സ്വന്തം കൂട്ടുകാരെ, നമ്മുടെ വീട്ടുകാരെ, നമ്മുടെ നാട്ടുകാരെ, നമ്മുടെ പരിസരത്തുള്ളവരെ ഇസ്ലാമിലേക്ക്, സത്യത്തിലേക്ക്, ഇവിടെ മദീനയിലേക്ക് വരാൻ ചാൻസ് കിട്ടിയവർ, സൗദി അറേബ്യയിലേക്ക് വരാൻ ചാൻസ് കിട്ടിയവർ, അല്ലെങ്കിൽ തൗഹീദ് ഉൾക്കൊള്ളാൻ ചാൻസ് കിട്ടിയവർ, ആ ചാൻസ് കിട്ടിയതിന്റെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മഹാഭാഗ്യത്തിലേക്ക്, ഈ മഹാ നന്മയിലേക്ക്, ഈ മഹാവിജയത്തിലേക്ക് എത്തിച്ചതിന് ടാക്സ് അടക്കണം നാം. അതെന്താണ്? അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ്. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ ചുമതലയാണ്. അത് ഓരോരുത്തരും നിർവഹിക്കാൻ ബാധ്യസ്ഥരാണ്. അതിനുവേണ്ടി നാം ഒരുങ്ങുന്ന സന്ദർഭത്തിൽ
സന്ദർഭത്തിൽ നാം നല്ല പ്രസന്നതയുള്ളതായ മുഖത്തോടുകൂടി ജനങ്ങളെ സമീപിക്കേണ്ടതും ജനങ്ങളെ അർപ്പിക്കാതെ വെറുപ്പിക്കാതെ അതിനെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നാം പാടുപെടേണ്ടതും ബിശാറത്ത് നൽകിയും തശ്ചീഅ് നൽകിയും കൊണ്ട് ആയിരിക്കണം നാം സംസാരിക്കേണ്ടത്. എപ്പോഴും അർപ്പിക്കുന്ന വെറുപ്പിക്കുന്ന വാക്കുകൾ നമ്മുടെ മക്കളോട് വരെ നാം പറയാൻ പാടുള്ളതല്ല. പരീക്ഷയിൽ നിന്നിട്ട് പാസ്സായി വന്നു കഴിഞ്ഞാൽ നല്ല മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നീ എന്തിനും കൊള്ളൂല മകനെ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ആക്ഷേപിക്കുകയോ അവനെ തരം താഴ്ത്തുകയോ ചെയ്യുമ്പോൾ അവന്റെ വീര്യം നഷ്ടപ്പെടും. അപ്പോൾ എത്രയാണെങ്കിലും വിരോധമില്ല. അവൻ പരിശ്രമിച്ച പരിശ്രമത്തിന് ഫലം ലഭിച്ചിട്ടുണ്ട് എന്ന് കാണുമ്പോൾ ഇത്ര വിജയിച്ചല്ലോ, ഇനി അടുത്ത പരീക്ഷയിൽ നന്നായിട്ട് വിജയിക്കാൻ സാധിക്കും. നല്ല നല്ല വാക്കുകൾ ഉപയോഗിക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുട്ടിയെ പ്രേരിപ്പിക്കൽ വരും. അതുപോലെ തന്നെയാണ് പ്രബോധകന്മാർ പ്രബോധനം ചെയ്യുന്ന വേളയിൽ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുമ്പോൾ അവര് അതനുസരിച്ചിട്ട് ഈ മതം ഉൾക്കൊള്ളുവാനും ഈ സത്യം ഉൾക്കൊള്ളുവാനും ഈ സത്യത്തിൽ മെമ്പർഷിപ്പ് നേടുവാനും അവർക്ക് അതിന് പ്രചോദനം ലഭിക്കും, അവർക്ക് അതിന് തശ്ശീഅ് ലഭിക്കും എന്ന് മക്ക ഇമാം ഉണർത്തുകയുണ്ടായി. അത് നമ്മുടെ പ്രബോധകന്മാർക്ക് എല്ലാവർക്കും, അത് എഴുത്തുകാരാവട്ടെ, അതുപോലെ തന്നെ പ്രബോധനം പല രൂപത്തിലുണ്ടല്ലോ, അതിന്റെ ഏത് മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവരാവട്ടെ അവരെല്ലാം ഈ ശൈലി ഉപയോഗിക്കേണ്ടതാണ്. അള്ളാഹു ഖുർആൻ പറയുന്നു, ഫബശ്ശിർ ഇബാദ്, സന്തോഷവാർത്ത നൽകുക എന്റെ അടിമകളോട്. ആരാണവർ? അല്ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സന. അല്ലാഹു സുബ്ഹാനഹു വ തആല ബിശാറത്ത് നൽകുകയാണ്. വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും അഹ്സനായ വാക്ക് ഏതാണ്? ഇന്ന അഹ്സനൽ ഹദീസ് കിതാബുല്ലാഹ്, ഏറ്റവും നല്ല വാക്ക് അല്ലാഹുവിന്റെ കലാം. അത് കഴിഞ്ഞാൽ സ്ഥിരീകരിക്കപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്താകുന്ന ആ ഖുർആനിന്റെ വിശദാംശം, അതൊക്കെയാണ് അഹ്സനുൽ കലാം. അങ്ങനെയുള്ള അഹ്സനുൽ കലാം ജനങ്ങൾ പിൻപറ്റുകയും അങ്ങനെ പിൻപറ്റിയിട്ട് ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ്, ആ പിൻപറ്റുന്ന വിഭാഗം അഥവാ ഖുർആനിനെയും സുന്നത്തിനെയും പിൻപറ്റുന്ന വിഭാഗം അവരാണ് അല്ലാഹു സന്മാർഗത്തിലേക്ക് നയിച്ചവർ. ഉലൈകഹും ഉലുൽ അൽബാബ്, അവരാണ് ബുദ്ധിജീവികൾ എന്ന് അല്ലാഹു പറയുന്നതായ ആയത്തിന്റെ മധ്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച പദമാണ് എന്ത്? ബശ്ശിർ ഇബാദ്, എന്റെ അടിമകൾക്ക് സന്തോഷവാർത്ത നൽകുക എന്നതായ ഭാഗം. അപ്പോൾ ഈ സന്തോഷവാർത്ത നാം അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷവാർത്ത എന്ന് പറഞ്ഞതായ ആ സന്തോഷവാർത്ത മുമ്പിൽ വെച്ചിട്ടായിരിക്കണം നാം ജനങ്ങളെ ഖുർആനിലേക്കും ജനങ്ങളെ സുന്നത്തിലേക്കും അതിന്റെ അകത്ത് ഉൾക്കൊള്ളുന്നതായ രക്തച്ചുരുക്കമാകുന്ന തൗഹീദിലേക്കും യഥാർത്ഥ ആദർശത്തിലേക്കും ജനങ്ങളെ ക്ഷണിക്കേണ്ടത്. അതുപോലെ തന്നെ അവസാനത്തെ ഖുതുബയിൽ മക്ക ഇമാം പ്രത്യേകിച്ച് ഉണർത്തുകയുണ്ടായി, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതായ ഹദീസ് അത് ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും അഹ്സനുൽ കലാമാണെന്ന് പറഞ്ഞല്ലോ ആ ആയത്തിലൂടെ. ആ അഹ്സനുൽ കലാമാകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് വിധേയമായിട്ട് ജനങ്ങളുടെ ഇടയിൽ കാണുന്നത്. അത് വ്യാപകമായി കൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, ഈ ക്ലാസ്സിലും ഞാൻ സൂചിപ്പിക്കുന്നു. കാരണം മക്ക ഇമാം പറഞ്ഞതുകൊണ്ട് തന്നെ ആ ഹദീസിനെ മുറുകെ പിടിക്കുക. തമസ്സകൂ, മക്ക ഇമാം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ അറഫയിൽ മക്കയിൽ മിനയിൽ ഒക്കെ സംസാരിച്ച സന്ദർഭത്തിൽ ലോകത്തോട് വിട വാങ്ങിയപ്പോൾ പറഞ്ഞതായ വാക്കാണ് എന്ത്? ഖുർആനെയും സുന്നത്തിനെയും മുറുകെ പിടിച്ചാൽ നിങ്ങൾ നിന്ദ്യരാകുന്നതല്ല, നിങ്ങൾ നികൃഷ്ടരാകുന്നതല്ല, നിങ്ങൾക്കാണ് വിജയം. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദഅവത്ത് വിജയിക്കുവാനും നാം ഈ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതായ ആ ശൈലിയിലൂടെ ജനങ്ങളത് ഉൾക്കൊള്ളുവാനും ഏറ്റവും ഉത്തമമായ രീതി അവരുടെ മുമ്പിൽ കൂടുതൽ വാക്ക് കസർത്ത് നടത്തലല്ല, കൂടുതൽ ചർച്ചകൾ ചെയ്യലല്ല, കൂടുതൽ സംസാരിക്കലല്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദഅവത്തിൽ ഉണ്ടായിരുന്നല്ല. ദഅവത്ത് തുടങ്ങുമ്പോൾ തന്നെ എവിടെ പറഞ്ഞാൽ എന്ത് തോന്നിവാസം പറയുന്നവർ തോന്നിവാസം പറഞ്ഞാൽ റസൂൽ അതെല്ലാം അത് കേട്ടു നിൽക്കും. അവസാനം ഉടനെ തന്നെ അഊദു ബില്ലാ ഓതിയും കൊണ്ട് അല്ലെങ്കിൽ ബിസ്മില്ല ഓതിയും കൊണ്ട് അള്ളാഹുവിന്റെ കലാമാകുന്ന ലോകാത്ഭുത ഗ്രന്ഥങ്ങളുടെ ചില ആയത്തുകൾ അവിടുന്ന് ഓതലും വായിക്കലുമാണ്, കൂടുതൽ സംസാരിക്കലില്ല. എന്നതുപോലെ നാമും പ്രബോധന രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ജനങ്ങളെ സത്യത്തിലേക്കും ഖുർആനിലേക്കും അപ്രകാരം തന്നെ സ്ഥിരീകരിക്കപ്പെട്ട സുന്നത്തിലേക്കും ക്ഷണിക്കുക. എന്നിട്ട് ബിദ്അത്തിൽ നിന്നിട്ട് അവരെ മോചിപ്പിക്കാൻ വേണ്ടി പാടുപെടുക. അത് യുക്തമായിരിക്കണം അത് ചെയ്യേണ്ടത്. വയ്യാക്കും മുഹദസാത്തിൽ ഉമൂർ എന്ന് റസൂലുള്ളാഹി പറഞ്ഞതായ വാക്ക് അവിടെ മക്ക ഇമാമിന്റെ പ്രസംഗത്തിന്റെ സമാപനത്തിൽ അദ്ദേഹം ഓതുകയുണ്ടായി. നിങ്ങൾ പുതുതായി വന്നതായ എന്തെല്ലാം ആശയങ്ങൾ, എന്തെല്ലാം ബിദ്അത്തുകൾ, എന്തെല്ലാം അനാചാരങ്ങൾ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്ത, സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ ചെയ്യാത്ത, സലഫ് സാലിഹ്യങ്ങളിൽ മാതൃകയില്ലാത്ത എന്തെല്ലാം പ്രവർത്തനങ്ങൾ പിൻകാലഘട്ടത്തിൽ കടന്നുകൂടിയിട്ടുണ്ട് ഈ മതത്തിലേക്ക്, അതിനെയെല്ലാം നിങ്ങൾ സൂക്ഷിക്കുക.
വിശ്വസിക്കണം, അതിനെയെല്ലാം നിങ്ങൾ വിട്ടുനിൽക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കൽപ്പനയിൽപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ കൽപ്പന നമുക്കറിയാവുന്നതാണ്. സൂറത്ത് നൂറിന്റെ അവസാനത്തിൽ ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി അൻ തുസീബഹും ഫിത്നത്തുൻ ഔ യുസീബഹും അദാബുൻ അലീം. ആരെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മാറുകാട്ടിയാൽ, അവരുടെ കൽപ്പന പാലിക്കാതിരുന്നാൽ അവർക്ക് നിങ്ങൾ വാണിംഗ് നൽകുക, അവർക്ക് മഹാവിപത്ത് അനുഭവിക്കേണ്ടി വരും, അവർക്ക് പരലോകത്തിൽ അല്ലാഹുവിന്റെ കഠിനകഠോരമായ ശിക്ഷക്ക് വിധേയരാവേണ്ടി വരും, ഇരയാവേണ്ടി വരും എന്നതായ ആ വാണിംഗ് നൽകിയും കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് നൂറിന്റെ സമാപനത്തിൽ സംസാരിച്ചത്. അതുകൂടി ഇവിടെ സ്മരണീയമാണ്. മദീന ഇമാം എന്ന് ഡോക്ടർ ഹുസൈൻ ആല ഷെയ്ഖ് സംസാരിച്ചത് ഇൽമുൽ ഗൈബിനെ കുറിച്ചും കണക്കപ്പിള്ളമാരെ കുറിച്ചും അതുപോലെയുള്ളതായ വിശ്വാസപരമായ കാര്യത്തിൽ വ്യതിയാനം വരുത്തുന്നതായ വിഭാഗത്തെ കുറിച്ചും ഒക്കെയായിരുന്നു. അതും ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ വ്യാപകമായി കിടക്കുന്നതായ ഒരു മാരകമായ രോഗമാണ് ഉമ്മത്ത് മുഹമ്മദിന്റെ ഇടയിൽ. അതാണ് പ്രശ്നം. ഉമ്മത്ത് മുഹമ്മദിന്റെ ഇടയിൽ തന്നെ ഞങ്ങൾ മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളാണെന്ന് വാദിക്കുന്നു, അതേസമയത്ത് അവരുടെ ആദർശം ക്ലിയർ അല്ല. അവരുടെ ആദർശത്തിൽ അവര് ധാരാളം ദൂരെ വിട്ടുവിട്ട് അവരങ്ങേ അറ്റം ദൂരം പോയിരിക്കുകയാണ് എന്ന് പറയുന്ന രൂപത്തിൽ, വിളിച്ചാൽ കേൾക്കാത്ത രൂപത്തിലേക്ക് അവരെത്തിയിരിക്കുകയാണ്. വിട്ട് പോയിട്ട് ദീനിൽ നിന്നിട്ട്. എന്തുകൊണ്ട്? അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസത്തിലുള്ളതായ വ്യതിയാനം മഹാവ്യതിയാനമാണ്, അത് അപകടമാണ്, അത് നമ്മെ ഇസ്ലാമിൽ നിന്നിട്ട് തന്നെ പുറത്താക്കി കളയുന്ന, ഗേറ്റൗട്ടാക്കി കളയുന്നതായ ഒരു അപകടമാണ്. അള്ളാഹു പറയുന്നു ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഗൈബ് അറിയുന്നതല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ഗൈബ് അറിയുന്നത്. അത് പലയിടങ്ങളിലായിട്ട് ഖുർആനിൽ ഊന്നി പറഞ്ഞതായ ഭാഗമാണ്. ഗൈബ് അള്ളാഹുനല്ലാതെ അറിയുകയില്ല. അദൃശ്യ സംഭവങ്ങൾ അത് ആരുടെ കയ്യിലുമില്ല, വലിയുടെ കയ്യിലില്ല, നബിയുടെ കയ്യിലില്ല. നബിമാർക്ക് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് ഉദ്ദേശിച്ച സമയത്ത് ഉദ്ദേശിച്ച ചില കാര്യങ്ങളെ അറിയിച്ചു കൊടുക്കാറുണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അത് ദഅവത്ത് മേഖലയിൽ അനിവാര്യമായ അവർക്ക് ആവശ്യമായ കാര്യങ്ങളാണ് എന്നല്ലാതെ മൊത്തത്തിൽ ഗൈബ് എന്നതായ ആ വിശാലമായ അർത്ഥം അത് നബിമാർക്കും അറിയുന്നതല്ല, ഔലിയാക്കന്മാർക്കും അറിയുന്നതല്ല, സാലിഹീങ്ങൾക്കും അറിയുന്നതല്ല. അങ്ങനെ അറിയുന്നു എന്ന അന്ധവിശ്വാസം കാരണത്താലാണ് നമ്മുടെ ഖൗമ് പല ഖബറാളികളിലേക്കും പല ഒലിമാരിലേക്കും പല ജിന്നിന്റെ ആൾക്കാരാണെന്ന് പറയുന്നവരിലേക്കും എല്ലാം ക്യൂ നിൽക്കുന്നതും, അവരുടെ ക്ലിനിക്കിൽ ക്യൂ നിൽക്കുന്നതും, അവരുടെ അടുക്കൽ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പോകുന്നതും, അവരുടെ അടുക്കൽ കാണാതായ മാല കിട്ടാൻ വേണ്ടിയോ, കാണാതായ പശുവിനെ കിട്ടാൻ വേണ്ടിയോ, കാണാതായ ആടിനെ കിട്ടാൻ വേണ്ടിയോ, അല്ലെങ്കിൽ ആര് സെഹർ ചെയ്തു, എപ്പോൾ സെഹർ ചെയ്തു, എങ്ങനെ മരണമുണ്ടായി എന്നീ കാര്യങ്ങൾ അന്വേഷിച്ചറിയാൻ വേണ്ടിയും പോകാറുണ്ട്. അതൊക്കെ കണക്കപ്പിള്ളമാരുടെ വേക്കിൽ പോയിട്ടോ, കണക്കപ്പിള്ളമാരെന്ന് പറയുമ്പോൾ ഒരു അമുസ്ലിങ്ങൾ എന്ന രൂപത്തിൽ തോന്നരുത്. കണക്കപ്പിള്ളമാരിൽപ്പെട്ടവർ തന്നെയാണ്. അപ്പേരിൽ, അതേ പേരിൽ തന്നെ ഇസ്മിന്റെ പണി എന്ന പേരിൽ അസ്മാന്റെ ജോലി തൽസമാത്തുകളൊക്കെ തലാസിം എന്ന് ഇവിടെ പറയുന്നതായ തൽസമാത്തിന്റെ ഗ്രന്ഥങ്ങൾ കയറിയും കൊണ്ട് ജനങ്ങളെ വഞ്ചിക്കാനും ചതിക്കാനും ജനങ്ങളെ ചൂഷണം ചെയ്യാൻ നടക്കുന്നതായ വിഭാഗം. അതുപോലെ തന്നെ അത് മുസ്ലിംമാരാവട്ടെ തങ്ങന്മാരാവട്ടെ ആരായിരുന്നാലും വിരോധമില്ല. മുസ്ലിം പേരിൽ ഇസ്ലാമിലേക്ക് ചേർത്ത് പറയുന്നവരായിരുന്നാലും അവരെല്ലാം ഈ ഇനത്തിൽപ്പെട്ടവരാണ്. അങ്ങനെയുള്ള ഗൈബ് അറിയുമെന്ന വാദം വാദിക്കുന്ന വിഭാഗം അത് മഹാ അപകടത്തിലേക്കാണ് ജനങ്ങളെ ക്ഷണിക്കുന്നതും നയിക്കുന്നതും. അങ്ങനെയുള്ള വിഭാഗത്തിനെ നാം വിശ്വസിക്കാൻ പാടുള്ളതല്ല. അത് നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുന്നു, നമ്മുടെ അഖീദയെ ബാധിക്കുന്നു എന്നത് കൂടി നാം മനസ്സിലാക്കണം എന്നതാണ് മദീന ഇമാം എന്ന് ഊന്നി പറഞ്ഞത്. അള്ളാഹു പറയുന്നു ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്, ആകാശത്തിലോ ഭൂമിയിലോ എവിടെയും ഗൈബ് അള്ളാഹു മാത്രമേ അറിയുകയുള്ളൂ. ആദ്യം ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ് എന്ന ആയത്ത് പറഞ്ഞപ്പോൾ ആയത്തിലൂടെ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു ആകാശത്തെ ഉൾക്കൊള്ളിച്ചിട്ടില്ല, വെവ്വേറെ ഉൾക്കൊള്ളിച്ചിട്ടില്ല, മൊത്തത്തിൽ പറഞ്ഞതാണ്. ഇവിടെ എന്താണ് അള്ളാഹു വിശദീകരിക്കുന്നത്? ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്, ആകാശത്തിലുള്ള മലക്കുകളോ ജിബ്രീലോ മീകായിലോ അറിയാമല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് മദീനയിൽ ഞാൻ ഈ സംസാരിക്കുന്ന ഈ വിശുദ്ധ മദീനത്തുൽ മുനവ്വറയിൽ നമ്മുടെ അനിശ്ചിതേതാവായ കണ്ണായ കരളായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദ്റത്തിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യകോലത്തിൽ വന്നുകൊണ്ട് സംസാരിച്ച സമയത്ത് മതസ്സാഅ എന്ന് ചോദിച്ചപ്പോൾ, എന്നാണ് ഖിയാമത്ത് നാൾ എന്ന് ചോദിച്ചപ്പോൾ, മൽ മസ്ഊലു അൻഹാ ബിഅലമ മിനസ്സായിൽ, ചോദിച്ചാളും ചോദിക്കപ്പെട്ടാളും തുല്യരാണ് എന്ന മറുപടിയായിരുന്നു അവിടെ ലഭിച്ചത്. ജിബ്രീലിനും അറിയില്ല, മുഹമ്മദ് നബിക്കും അറിയില്ല, രണ്ടാൾക്കും അറിയില്ല. അത് ഗൈബായ കാര്യമാണ്. അങ്ങനെയുള്ള അദൃശ്യ സംഭവങ്ങളെ കുറിച്ച് അത് അള്ളാഹു മാത്രമാണ് അറിയുന്നത് എന്ന വിശ്വാസം സത്യവിശ്വാസികളായ നമുക്കുണ്ടായിരിക്കണം. മരിച്ചു പോയവർ ഔലിയാക്കന്മാരായിരുന്നാലും സാലിഹീങ്ങളായിരുന്നാലും നബിമാരായിരുന്നാലും അള്ളാഹ് പറയുന്ന അവരെ കുറിച്ച് അവർക്ക് തന്നെ അറിയുകയില്ല അവരെപ്പോഴാണ് പുനരുദ്ധാരണം അവരെ ചെയ്യപ്പെടുക, അവർ വീണ്ടും ജീവിച്ച് ഹയാത്താക്കപ്പെടുക. അങ്ങനെയുള്ള ഗതികെട്ട ശൈലിയിലാണ് അവരവിടെ ജീവിക്കുന്നത്. എന്നിരിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് അവർക്ക് ഇവിടെ നടക്കുന്ന സംഭവവികാസങ്ങൾ അറിയുക? പിന്നെ എങ്ങനെയാണ് അവർക്ക് ഗൈബ് അറിയുക? അതൊന്നും ഉള്ളതല്ല. ആ രൂപത്തിലുള്ള വിശ്വാസം സത്യവിശ്വാസികൾക്ക് പാടുള്ളതല്ല. അതുകൊണ്ട് കണക്കപ്പിള്ള ജ്യോതിഷ്യക്കാര് ഇസ്ലാമിന്റെ പണി
പണിക്കാര്, ലക്ഷണം നോക്കുന്നവര്, കൈ നോക്കി ലക്ഷണം പറയുന്നവര്, അല്ലെങ്കിൽ മുഖം നോക്കി ലക്ഷണം പറയുന്നവര്, അല്ലെങ്കിൽ പക്ഷികളിലൂടെ ലക്ഷണം, കാറിന്റെ അടുത്ത് ലക്ഷണം പറയുന്നവര്, ഇതെല്ലാം ഈ ജ്യോത്സ്യക്കാരുടെ ഇനത്തിൽപ്പെടുന്നതാണ്. അതെല്ലാം ഇസ്ലാം വിരോധിച്ചതായ മഹാ അപകടത്തിൽപ്പെട്ടതാണ്. അങ്ങനെയുള്ള അപകടങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ ആദർശത്തെ ബാധിക്കുന്നു എന്നത് സത്യവിശ്വാസികൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ബുർജ് കൊണ്ടുള്ളതായ എൽമിനെ പഠിക്കൽ തന്നെ ഹറാമാക്കിയിരിക്കുകയാണ് ഇസ്ലാമിൽ. ബുർജ് എന്ന് പറഞ്ഞാൽ നക്ഷത്രവുമായി ബന്ധപ്പെട്ടതായ എൽമുകൾ. ആ നക്ഷത്രം നോക്കിയിട്ട്, നക്ഷത്രത്തിൽ കൂടി അതിന് കണക്ക് നോക്കിയിട്ട് അതിൽ കൂടി ജനങ്ങൾക്ക് പലതും പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ ഇന്ന ദിവസത്തിൽ കല്യാണം കഴിക്കരുത്, അല്ലെങ്കിൽ ഇന്ന ദിവസത്തിൽ കല്യാണം കഴിക്കാം, ഇന്ന ദിവസത്തിൽ നിങ്ങൾ യാത്ര ചെയ്യരുത്, അല്ലെങ്കിൽ ഇന്ന ദിവസത്തിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാം. എന്തുകൊണ്ട്? ഇന്ന നജിമ ദിവസത്തിലുണ്ട്, ഇന്ന കൗകബ ദിവസത്തിലുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കവളിപ്പിക്കുന്ന, ജനങ്ങളെ വഞ്ചിക്കുന്ന, ജനങ്ങളെ ചതിക്കുന്നതായ കള്ളന്മാരെ പിന്തുടരരുത്. എന്ന് നബി പറഞ്ഞതായ വാക്കും ഇവിടെ മദീന ഇമാം ഓതുകയുണ്ടായി. ആരെങ്കിലും നുജൂമിൽ നിന്നിട്ട്, നക്ഷത്രത്തിൽ നിന്നിട്ട് ഒരു അണുവിന്റെ അത്ര ഇൽമ് ഉണ്ട് എന്ന് വാദിച്ചു കഴിഞ്ഞാൽ അവൻ ഒരു മാരണത്തിന്റെ ഒരു ഭാഗം അവൻ ഉൾക്കൊണ്ട ആളായി മാറി എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ മാരണം എന്താണ്? മഹാപാപമാണ്. അസ്ലിഹത്ത് എന്ന് പറഞ്ഞാൽ സബുൽ മൂബിഖാത്തിൽ പെട്ടതായ തെറ്റാണ്. അങ്ങനെയുള്ളതായ വൻദോഷം ചെയ്ത ആളായി മാറുന്നതാണ്. ഇൽമു നുജൂമിന്റെ ഉടമയാണ് എന്ന്, അഥവാ നക്ഷത്രാഭ്യാസമുള്ള ആളാണ് എന്ന് ഒരാൾ വാദിക്കുകയാണെങ്കിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ സലഫ് സാലിഹ്യങ്ങൾ ആ തത്വം ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു ജീവിച്ചിരുന്നത്. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അവര് ഖവാരിജികളോട് പോരാടാൻ വേണ്ടി പുറപ്പെട്ടതായ സന്ദർഭത്തിൽ അന്നുമുണ്ട് കണക്കപ്പിള്ളമാര് നക്ഷത്രത്തെ നോക്കിയിട്ട് പറഞ്ഞു, ഇന്ന് നിങ്ങൾ ഈ പോകുന്ന പോക്ക് ശരിയാവൂല, ഇതിൽ നിങ്ങൾക്ക് വിജയം കിട്ടൂല എന്ന് പറഞ്ഞു. ഇത് കേട്ട മാത്രയിൽ തന്നെ മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു അവർ പറയുന്നതായ വാക്കിന് വിപരീതം നാം ചെയ്യണം എന്ന് തീരുമാനിച്ചു. അല്ലാഹു ഉദ്ദേശിച്ചതുപോലെ വരും. അതുകൊണ്ട് അവർ പറയുന്നതായ ആ ലക്ഷണക്കേട് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വാക്കിനെ അവഗണിച്ചുകൊണ്ട് ആ ഖവാരിജികളെ അവരോട് പോരാടാൻ വേണ്ടി പോയി അവർക്ക് നല്ല വിജയം കൈവരുത്താൻ അതിലൂടെ സാധിച്ചു എന്നതാണ് ചരിത്രം സ്ഥാപിച്ചത്. അതും ഇന്ന് മദീന ഇമാം പറഞ്ഞതായ സംഭവങ്ങളിൽ ചിലതായിരുന്നു. അതുപോലെ തന്നെ അമൂരിയ എന്നതായ പോരാട്ടത്തിന് വേണ്ടിയിട്ട് മഹാസംഭവമായിരുന്നു അത്. ഇസ്ലാമിക ചരിത്രത്തിൽ ആയിരങ്ങൾ, പതിനായിരങ്ങൾ ഇസ്ലാമിക പട്ടാളം ഇറാഖിൽ നിന്നിട്ട് പുറപ്പെട്ടതായിരുന്നു അമൂരിയ നാട്ടിലേക്ക്. ആ പുറപ്പെട്ടത് ഖലീഫ, മുസ്ലിങ്ങളുടെ അന്നത്തെ ഖലീഫയായ അൽ മുഅ്തസിം ബില്ലാഹ് എന്നതായ ആ രാജാവിന്റെ നേതൃത്വത്തിലായിരുന്നു. ആ രാജാവിന്റെ നേതൃത്വത്തിൽ പുറപ്പെട്ട സമയത്ത് പറയപ്പെട്ടു, എന്തിലൂടെ? ഈ നുജൂമുമായിട്ട്, നക്ഷത്രാഭ്യാസത്തിന്റെ ഉടമകളിലൂടെ പറയപ്പെട്ടു, ആ പോക്ക് ശരിയാവൂല, നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കൂല എന്ന് പറയപ്പെട്ടു. അപ്പോൾ അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് അത് കൂട്ടാക്കാതെ തന്നെ ആ മഹാവ്യക്തിത്വം ആ യുദ്ധത്തിന് വേണ്ടി, ആ പോരാട്ടത്തിന് വേണ്ടി പോവുകയും നല്ല വിജയം കൈവരിക്കുകയും അവിടെയുള്ളതായ റോമൻകാരെ വരെ പേടിച്ച് കിലികിലിക്ക് മടങ്ങി വരാനുള്ളതായ മഹാ കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുകയും ചെയ്യുകയുണ്ടായി എന്നാണ് ചരിത്രം സ്ഥിരീകരിച്ചു പോയത്. അതിനെക്കുറിച്ച് അബൂ തമാമി എന്നതായ ഷായിർ കവി പറഞ്ഞതായ പദ്യത്തെയും ഇന്ന് മദീന ഇമാം വായിക്കുകയുണ്ടായി. അസ്സൈഫു അസ്തഖു ഇംബാഅൻ മിനൽ കുതുബി ഫീ ഹദ്ദിഹിൽ ഹദ്ദു ബൈനൽ ഹദ്ദി വൽ ലഅബി എന്നതായ പദ്യം അദ്ദേഹം അബൂ തമാമ അഥവാ വിശ്വമഹാകവിയാണ്. ആരുടെ കാലഘട്ടത്തിൽ? ഈ മുഅ്തസിം ബില്ലാഹി എന്നതായ ആ ഖലീഫയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം പാടിയ പദ്യമായിരുന്നു. യഥാർത്ഥത്തിൽ വാള് ഏത് എഴുത്തിനേക്കാൾ, ഏത് ഫോണിനേക്കാൾ, ഏത് സംസാരത്തേക്കാൾ, ഏത് ബന്ധങ്ങളേക്കാൾ നല്ല വിശ്വാസയോഗ്യമായ ഒരു മെസ്സേജാണ് എന്ത് നൽകുന്നത്? വാള് നൽകുന്നത്, അഥവാ ശക്തി നൽകുന്നത് എന്നതായ ആ പദപ്രയോഗം അദ്ദേഹം പറയുകയും എന്നിട്ട് ഐന റിവായത്തു ബൽ ഐന നുജൂമു വമാ സഗൗ മിനൽ സുഖ്റുഫി ഫീഹാ മിനൽ കദിബി. എവിടെയുണ്ട് ഈ കണക്കപ്പിള്ളമാരുടെ ഊഹാപോഹങ്ങൾ, അവിടെയുള്ളതായ അവരുടെ കവളിപ്പിക്കലുകൾ, അവരുടെ പച്ചക്കള്ളങ്ങൾ, കളവുകൾ എവിടെയുണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് അബൂ തമ്മാം പാടിയതായ പാട്ടിനെയും ഇന്ന് മദീന ഇമാം ഉണർത്തുകയുണ്ടായി. എന്തിനു വേണ്ടി? അതൊക്കെ പച്ചക്കള്ളമാണ് എന്നത് മനസ്സിലാക്കിയും കൊണ്ട് അത്തരം കാര്യങ്ങൾ വിട്ടു നിൽക്കുക എന്നത് സത്യവിശ്വാസികളുടെ ബാധ്യതയാണ്. മൻ തഅല്ലഖ ബിശൈഇൻ ഉകില ഇലൈഹി. ഒരാള് എന്തെങ്കിലും പ്രശ്നങ്ങളെ ഒന്നിലേക്ക്, അവൻ കെട്ടുന്നതായ ഏലസിലേക്കോ, അവന് കെട്ടുന്നതായ ചെയിനിലേക്കോ, അവന് കെട്ടുന്നതായ വല്ല സാധനത്തിലേക്കോ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് വിട്ടുകൊടുക്കുന്നതാണ്. അല്ലാഹുവിലേക്ക് ബരമേൽപ്പിച്ച ആൾ മാത്രമേ അല്ലാഹു ഏറ്റെടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവൻ പോകുന്ന വഴിയിൽ പോകട്ടെ, അവൻ എന്തുമാവട്ടെ എന്ന് അല്ലാഹു തീരുമാനിക്കും. അങ്ങനെയുള്ള അപകടത്തിലാണ് പെടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ആ സഹിഹ ഹദീസും ഇന്ന് മദീന ഇമാം ഉണർത്തുകയുണ്ടായി. അതുകൊണ്ട് നുജൂമുമായുള്ളതായ ആ വിശ്വാസം അന്ധവിശ്വാസമാണ്. പണ്ട് എന്റെ ഓർമ്മയിൽ വരികയാണ്, ഹുദൈബിയ സന്ധി നടന്നതായ സന്ദർഭങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹ് നമസ്കാരം നമസ്കരിച്ചതിന് ശേഷം
ശേഷം ഹൽ തദറൂന മാദാ ഖാല റബ്ബുക്കും, നിങ്ങൾക്കറിയാമോ റബ്ബ് എന്ത് പറഞ്ഞു എന്ന്. ഖാലു, അപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, അള്ളയും അള്ളാഹു റസൂലും, അഥവാ നിങ്ങൾക്കും അറിയാം, ഞങ്ങൾക്ക് എന്തറിയാം അള്ളാഹു പറഞ്ഞു എന്നത്. അപ്പോൾ റസൂലുള്ളാഹി പറയുകയുണ്ടായി, അന്നേത്തെ ദിവസത്തിൽ നല്ല മഴ വർഷിച്ചു, നല്ല അവർക്ക് ആവശ്യമുള്ള വെള്ളങ്ങൾ ലഭിച്ചു. അത്ഭുതത്തോടു കൂടി അവർക്ക് അവിടെ അത്ഭുതം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ സന്തോഷിക്കാൻ സാധിച്ചു. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി ചോദിക്കുകയാണ്, ഈ ദിവസത്തിൽ അള്ളാഹു പറയുകയാണ്, ചിലവർ എന്നെ കൊണ്ട് കാഫിറായിട്ടുണ്ട്. എന്താണ്? മുതിർന ബിനൗഇകദ എന്ന് പറഞ്ഞുകൊണ്ട്, ഇന്ന നക്ഷത്ര മുഖേനയാണ് ഇന്ന മഴ വർഷത് എന്ന് പറഞ്ഞു. പക്ഷേ ചിലര് എന്നെ കൊണ്ട് വിശ്വസിക്കുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ഫضل കൊണ്ടും അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടുമാണ് മഴ വർഷത് എന്ന് പറഞ്ഞു. ആ പറഞ്ഞവര് എന്നെ കൊണ്ട് വിശ്വസിച്ചവരാണ്, മറ്റവര് എന്നെ കൊണ്ട് കാഫിറായവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കപ്പെട്ടത്. അവിടെ ഹുദൈബിയ സന്ധിയിൽ ഇങ്ങനെയുള്ള പാഠങ്ങൾ നാം ഉൾക്കൊണ്ടുകൊണ്ട് കണക്കപ്പിള്ളമാരുടെ അടുക്കൽ ചെല്ലാതെയും അവരുടെ അടുക്കൽ പോയിട്ട് നമ്മുടെ വല്ല പ്രശ്നങ്ങൾ വരുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാനിത് പറയുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിപ്പോയേക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യൽ ഖുറാഫാത്ത് വിതരണം ചെയ്യുന്ന, ഖുറാഫാത്ത് ചെയ്യുന്ന, അന്ധവിശ്വാസം ചെയ്യുന്ന, ബിദ്അത്തുകൾ ചെയ്യുന്ന വിഭാഗത്തിലാണ് എന്ന് തോന്നിയേക്കാം. അല്ല, എന്നെ വിളിച്ചിട്ട് പലരും ചോദിക്കാറുണ്ട്, ഞങ്ങൾ തൗഹീദിന്റെ ഉടമകളാണെന്ന് വാദിക്കുന്നവർ തന്നെ ചോദിക്കാറുണ്ട്. അവർ അറാഫിന്റെ അടുക്കലേക്ക് ചെന്നു, അവർ കണക്കപ്പിള്ളമാരുടെ അടുക്കലേക്ക് ചെന്നു, അങ്ങനെ സംഭവിച്ചു പോയി, ഇനി എന്ത് വേണം മൗലവി എന്നൊക്കെ ചോദിച്ച് എത്ര സംഭവങ്ങൾ ലീസ്റ്റുകൾ എന്റെ കൂടെയുണ്ട്. അപ്പോൾ അതൊക്കെ സംഭവിക്കാറുണ്ട്. മുഹ്ദിങ്ങളുടെ മധ്യത്തിൽ തന്നെ, സത്യം മനസ്സിലാക്കിയവരാണെന്ന് വാദിക്കുന്നവരുടെ മധ്യത്തിൽ തന്നെ സംഭവിക്കാറുണ്ട്. റസൂൽ പറയുന്നു, മൻ അതാ അറാഫൻ, ഒരാള് ഒരു കണക്കപ്പിള്ളയുടെ അടുക്കലേക്ക് ചെന്നാൽ, അഥവാ രഹസ്യം അറിയുന്ന വ്യക്തിയാണ് ഞാൻ, അല്ലെങ്കിൽ അദൃശ്യം അറിയുന്ന വ്യക്തിയാണ് എന്ന് കള്ളവാദം വാദിക്കുന്ന ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് ഒരാൾ ചെന്നാൽ, എന്നിട്ട് വല്ലതും ചോദിച്ചാൽ, അദ്ദേഹത്തിനെ കൊണ്ട് വിശ്വസിച്ചിട്ടില്ല, വല്ലതും ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവനിൽ നിന്നിട്ട് ലം തുഖ്ബൽ മിൻ ലഹു സലാത്തു 40 യൗമ 40 ലൈല, 40 ദിവസത്തെ നിസ്കാരം അവനിൽ നഷ്ടപ്പെട്ടു പോകുന്നതാണെന്ന്, അവനിൽ നിന്നിട്ട് അല്ലാഹു സ്വീകരിക്കുന്നതല്ല എന്ന് ജീവിതത്തിൽ കളവ് പറയാത്ത, എന്റെ മുമ്പിൽ അന്ധവിശ്വാസങ്ങളുള്ളവരായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. വേറെ ഹദീസിൽ റസൂലുള്ളാഹി പറയുകയുണ്ടായി, ആരെങ്കിലും കണക്കപ്പിള്ളമാരുടെ അടുക്കലേക്ക് ചെന്നാൽ, അല്ലെങ്കിൽ ജ്യോത്സ്യക്കാരുടെ അടുക്കൽ ചെന്നാൽ, അല്ലെങ്കിൽ ഇസ്മിന്റെ പണിക്കാരുടെ അടുക്കൽ ചെന്നാൽ, അല്ലെങ്കിൽ അങ്ങനെ ഇസ്മിന്റെ പണിക്കാരാണെന്ന് പറയുന്ന മുസ്ലിയാരോ തങ്ങളോ ആരായിരുന്നാലോ വിരോധമില്ല, അങ്ങനെയുള്ള ആൾക്കാരുടെ അടുക്കലേക്ക് ആരും മാരണം ചെയ്തു, ആര് ഈ രോഗത്തിന്റെ പിന്നിൽ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ പോയി അവരന്വേഷിച്ച് അവർ പറയുന്നതിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിന് ഇറക്കപ്പെട്ടതായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ നിഷേധിച്ച ആളായി മാറി, ഇസ്ലാമിൽ നിന്നിട്ട് തന്നെ ഗേറ്റ് ഔട്ടായി പോകുന്നതായ മഹാ അപകടമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള അപകടത്തിൽ നാം പെട്ടുപോകാതിരിക്കാൻ വേണ്ടി ഇന്ന് മദീന ഇമാം വളരെ നീട്ടി വലിച്ചിട്ട് ഡോക്ടർ ഹുസൈൻ ആല ഷെയ്ഖ് വിശ്വാസപരമായ കാര്യങ്ങൾ ഊന്നിപ്പറഞ്ഞതായ സംഭവങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവേണ്ടതാണ്. നാം നമ്മുടെ ആദർശത്തെ, നമ്മുടെ വിശ്വാസത്തെ നാം സംരക്ഷിക്കാൻ വേണ്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടി നാം പരിശ്രമിക്കുന്നതോടൊപ്പം നമ്മുടെ കുടുംബത്തെ, നമ്മുടെ കൂട്ടുകുടുംബക്കാരെ, നമ്മുടെ പരിസരത്തുള്ളവരെ നന്നാക്കി എടുക്കാൻ വേണ്ടി നാം പാടുപെടേണ്ടതാണ്. അതുകൊണ്ട് കാഹിനിങ്ങളുടെ അടുക്കലേക്കോ അങ്ങനെയുള്ള വിഭാഗത്തിനടുക്കലേക്കോ ചെല്ലുക എന്നത് തെറ്റാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച വേറെയും ഹദീസുകൾ ഇന്ന് മദീന ഇമാം ഓതിയിട്ടുണ്ട്. നമ്മുടെ ടൈം അതിക്രമിച്ചിരിക്കുകയാണ്. ഇതുവരെ പറഞ്ഞതിനെ നമ്മിൽ നിന്ന് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. വല്ല തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു നമുക്ക് മാഫ് ചെയ്തുമാറാവട്ടെ. നമ്മളോട് വസീയത്ത് ചെയ്തതായ ധാരാളം സഹോദരന്മാർ ഫോൺ വിളിച്ച് അല്ലെങ്കിൽ മറ്റു രൂപത്തിൽ പറഞ്ഞവരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അല്ലാഹുവേ, അവരുടെ രോഗങ്ങളെ സുഖപ്പെടുത്തുന്ന രക്ഷിതാവേ, അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന രക്ഷിതാവേ, അവരുടെ ബുദ്ധിമുട്ടുകൾ അകറ്റുന്ന രക്ഷിതാവേ, അവരിൽ നിന്നിട്ട് ഞങ്ങൾ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് നീ പുറത്തു കൊടുക്കണ നാഥ, ഞങ്ങൾ നിന്നിട്ട് ഇണകളില്ലാത്തവർക്ക് സാലിഹ്യങ്ങളായ ഇണകൾ നൽകണ രക്ഷിതാവേ, ഞങ്ങൾ നിന്നിട്ട് സന്താനമുള്ളവർക്കും ഇല്ലാത്തവർക്കും സാലിഹ്യങ്ങളായ സന്താനങ്ങളെ നൽകണ രക്ഷിതാവേ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.